നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പാലക്കാട് ബിയർ ഉൽപാദന കമ്പനിയെ ന്യായീകരിച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. ബ്രൂവറിക്ക് വെള്ളം ശേഖരിക്കുന്നത് മഴവെള്ള സംഭരണിയിൽ നിന്നെന്ന് ന്യായീകരണം. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് BJP. മലമ്പുഴ ഡാമിൽ നിന്നും വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാനാകില്ലെന്ന് മലമ്പുഴ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട്. ജനം ബ്രേക്കിംഗ്. KPCC നേതൃസ്ഥാനത്ത് കടിച്ചു തൂങ്ങാനില്ലെന്ന് പ്രസിഡന്റ് K. സുധാകരൻ. AICC നേതാവ് ദീപാദാസ് മുൻഷി നേതാക്കളെ ഒറ്റയ്ക്ക് കണ്ടതിലും അതൃപ്തി അറിയിച്ച സുധാകരൻ. പുനഃസംഘടനയിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതെന്ന് രമേശ് ചെന്നിത്തല. ആരോഗ്യവകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് CAG റിപ്പോർട്ട്. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നില്ല. വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കുറവ് പ്രതിസന്ധിയെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തൽ. ജനം TV വാർത്ത ശരിവയ്ക്കുന്ന റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവം നിയമസഭയിൽ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം. അനാവശ്യ ചർച്ചകൾ ഉയർത്തരുതെന്നും VD സതീശൻ പക്വത പഠിപ്പിക്കേണ്ടെന്നും സ്പീക്കർ. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. സ്ത്രീ സുരക്ഷയ്ക്ക് കേരളം മാതൃകയെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. അധികാരമേറ്റതിനു പിന്നാലെ ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക നീക്കം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറും. പ്രാഥമിക നടപടികൾ ആരംഭിക്കാൻ ഉത്തരവ്. വിദേശ വികസന ഫണ്ട് വിതരണം നിർത്തിവെക്കാനും തീരുമാനം. പതിനാല് മാവോയിസ്റ്റുകളെ വധിച്ച സുരക്ഷാ സേന. ഏറ്റുമുട്ടൽ ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ. കുലാരിഘട്ട് റിസർവ് വനത്തിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. KPCC നേതൃസ്ഥാനം ഒരു അലങ്കാരമല്ലെന്നും കടിച്ചു തൂങ്ങാനില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. ദീപാദാസ് മുൻഷി ഒറ്റയ്ക്ക് നേതാക്കളെ കണ്ടതിലും അതൃപ്തി അറിയിച്ച് സുധാകരൻ. ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇത് ഒരു വലിയ ആഡംബരമോ അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICC ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്, ഈവൻ മുഖ്യമന്ത്രി പോലും അല്ല. ഞാൻ അതിനൊന്നും ശടിക്കാൻ പോകുന്നുമില്ല. ഒരു താല്പര്യവുമില്ല. എനിക്ക് ആവശ്യമില്ല. അതിൻ്റെ പുറകെ ഞാൻ ഇല്ല. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. KPCC പ്രസിഡന്റായിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ജനമനസ്സിലുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, KPCC നേതൃസ്ഥാനം ഒരു അലങ്കാരമല്ലെന്നും അതിൽ കടിച്ചു തൂങ്ങാനില്ലെന്നുമാണ് സുധാകരൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. നമുക്കറിയാം, KPCC നേതാവും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പോകണമെന്നും ഇല്ലെങ്കിൽ സ്ഥാനം തെറിക്കും എന്നുമുള്ള ഒരു വിമർശനം നേരത്തെ കേന്ദ്ര നേതാക്കളിൽ നിന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം അതിന് മറുപടിയായാണോ സുധാകരന്റെ ഈ പ്രതികരണം? രോഹിണി, KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ് K. സുധാകരൻ ചെയ്തിരിക്കുന്നത്. അതിലാണ് ഈ ഒരു അതൃപ്തി വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാനില്ല എന്നാണ് K. സുധാകരൻ പറഞ്ഞത്. ഇത് ഒരു അലങ്കാരമോ ആഡംബരമോ അല്ല. തന്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ തന്റെ ആഗ്രഹങ്ങളുടെ പട്ടികയിൽ ഇല്ല എന്നാണ് K. സുധാകരൻ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം പോലും തനിക്കില്ല. എന്നാൽ പാർട്ടി പറഞ്ഞാൽ മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ് എന്നും K. സുധാകരൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മാത്രമല്ല, ഈ KPCC നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് മാറണമെന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, AICCയുടെ വക്താവായി കേരളത്തിലെത്തിയ ദീപാദാസ് മുൻഷി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതാക്കളെ കണ്ട കാര്യത്തിലും തന്റെ അതൃപ്തി K. സുധാകരൻ പ്രകടമാക്കിയിട്ടുണ്ട്. ദീപാദാസ് മുൻഷി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതാക്കന്മാരെ കാണുന്നത് നേതാക്കൾക്കിടയിൽ ഐക്യമില്ലാത്തത് കൊണ്ടല്ല, അത് അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് K. സുധാകരൻ പറഞ്ഞത്.
ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിൽ ദീപാദാസ് മുൻഷിക്ക് വിയോജിപ്പുണ്ട് എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി. മാത്രമല്ല, നിലവിൽ പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചയില്ല, യുക്തിസഹമായ എന്ത് തീരുമാനവും AICCക്ക് എടുക്കാമെന്നുമാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ KPCC പ്രസിഡന്റ് K സുധാകരനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി അന്വേഷണ സംഘം. K സുധാകരന് NM വിജയൻ കത്തെഴുതിയത് കണക്കിലെടുത്താണ് ചോദ്യം ചെയ്യൽ. ബത്തേരി DYSPക്കാണ് അന്വേഷണ ചുമതല. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് K സുധാകരൻ. കേസെടുത്ത് വിരട്ടാൻ വരണ്ട എന്നും കുറെ കാലങ്ങളായി പിണറായി വിജയൻ തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും K സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ പട്ടാപ്പകൽ പോലീസ് നോക്കി നിൽക്കെ CPM DYFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ സംഭവം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സർക്കാർ ഉദ്ദേശിക്കുന്ന സ്ത്രീ സുരക്ഷ എന്താണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച അനൂപ് ജേക്കബ് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് മാർഗരേഖയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം സഭ അംഗീകരിച്ചുവെന്ന് മന്ത്രി R ബിന്ദു. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുന്നതാണ് പുതിയ മാനദണ്ഡം. മാർഗരേഖ ഫെഡറൽ തത്വങ്ങളോടുള്ള ലംഘനമെന്നും മന്ത്രി R ബിന്ദു പറഞ്ഞു. മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന ഇല്ലെന്ന ജനം TV വാർത്ത ശരിവെച്ച് CAG റിപ്പോർട്ട്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരമില്ല. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും കുറവ്. ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല. KMMCL-നും രൂക്ഷ വിമർശനം. ടെൻഡർ മാനദണ്ഡങ്ങളിലും ഗുരുതര വീഴ്ച വരുത്തിയെന്നും CAG സഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. നിജസ്ഥിതി കണ്ടെത്തണം എന്ന പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് നടപടി. വ്യാജ പരാതിയെന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടറും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് C വസന്ത വിതുര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഡോക്ടറെ കണ്ട ശേഷം കുറിപ്പടിയുമായി ഫാർമസിയിലെത്തി മരുന്നും വാങ്ങി. ഇതിൽ C-Mox 500 ക്യാപ്സ്യൂളിൽ നിന്നുമാണ് സൂചി ലഭിച്ചത്. എന്നാൽ പരാതി വ്യാജമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. സംസ്ഥാനത്ത് കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ ഫാർമസി വഴി നൽകുന്നത് അടുത്തിടെ കർശനമായി നിരോധിച്ചിരുന്നു. കച്ചവടം കുറഞ്ഞതോടെ സ്വകാര്യ മരുന്ന് കമ്പനികളുടെ ലോബി പൊതുസംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ആരോപണം. വകുപ്പ് നടത്തിയ തെളിവെടുപ്പിലും പരിശോധനയും പരാതിയിൽ കഴമ്പില്ലെന്നാണ് കണ്ടെത്തൽ. പരാതിക്കാരിയുടെ കൈവശമുണ്ടായിരുന്ന ബാക്കിയുള്ള ഗുളികകളിലോ മറ്റു സ്റ്റോക്കിലോ പ്രശ്നമൊന്നും കണ്ടെത്തിയിരുന്നില്ല. ആദ്യം കഴിച്ച ഗുളികകളിലും മുട്ടുസൂചി ഉണ്ടായിരുന്നുവെന്ന സംശയം പരാതിക്കാരി ഉന്നയിച്ചെങ്കിലും എക്സ്റേ പരിശോധനയിലും അപാകത കണ്ടെത്തിയില്ല. ഇതോടെയാണ് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം ഉയർന്നത്. വ്യാജ പരാതിയെന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിജസ്ഥിതി കണ്ടെത്തണമെന്ന പൊതുപ്രവർത്തകന്റെ പരാതിയിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മഴവെള്ള സംഭരണിയിൽ നിന്നാണ് മദ്യനിർമ്മാണശാലയിലേക്കുള്ള വെള്ളം ശേഖരിക്കുക. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നുണ്ട്. ജലചൂഷണം ഉണ്ടാകുമെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണം. അതേസമയം വിഷയത്തിലെ CPI പ്രതിഷേധം തള്ളി MV ഗോവിന്ദൻ. ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ വേണ്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, അതുപോലെ തന്നെ ബിയർ, ഇതിനാണ് പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഇതെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് മദ്യനയം. അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ആകെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ആ നിലപാട് ഇപ്പോഴും പറഞ്ഞതല്ല, 2023, 2024 ഒക്കെ പറഞ്ഞിട്ടുള്ള നയം തന്നെയാണ്. ആ നയത്തിൽ നിങ്ങൾക്ക് എവിടെയാ എതിർപ്പ്?
എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് മലമ്പുഴ വെള്ളം നൽകാനുള്ള നീക്കത്തിൽ BJP ഉപരോധിച്ചു. BJP പ്രവർത്തകർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയാണ് ഉപരോധിച്ചത്. പാലക്കാട് കൽമണ്ഡപത്തുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിലായിരുന്നു ഉപരോധം. കുടിവെള്ളം മദ്യനിർമ്മാണത്തിന് നൽകാൻ അനുവദിക്കില്ലെന്ന് പ്രവർത്തകർ പറഞ്ഞു. മലമ്പുഴ ഡാമിൽ നിന്നും വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാനാകില്ലെന്ന് മലമ്പുഴ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട്. മദ്യനിർമ്മാണ കമ്പനിക്ക് ഡാമിൽ നിന്നും വെള്ളം നൽകാൻ സർക്കാർ ഒരുങ്ങുമ്പോഴാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 2017 കളക്ടർക്ക് നൽകിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ചെളിയും എക്കലും അടിയുന്നത് മൂലം ഓരോ വർഷവും 28.26 ദശലക്ഷം ഘനമീറ്റർ സംഭരണശേഷി കുറയുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം TVക്ക്. ഭാരത വംശജനായ വിവേക് രാമസ്വാമി US സർക്കാർ കാര്യക്ഷമതാ വകുപ്പിൽ നിന്നും പിന്മാറി. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട വിഭാഗമാണ് ഭരണ കാര്യക്ഷമതാ വകുപ്പ്. ഒഹിയോ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് പിന്മാറ്റം. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും അദ്ദേഹം പിന്മാറിയത് സംബന്ധിച്ച ഒരു വിശദമായ കുറിപ്പ് അല്ലെങ്കിൽ ഒരു ചെറു കുറിപ്പ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ആ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ തന്നെ അദ്ദേഹം വിവേക് രാമസ്വാമി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒഹയോ ഗവർണർ തെരഞ്ഞെടുപ്പിനുള്ള നീക്കത്തിലാണ്, അതാണ് എന്റെ ഭാവി പരിപാടി, അതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് പുറകോട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്തിരിയുന്നത് എന്ന നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം തന്റെ ട്വീറ്റിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പുതിയൊരു വിഭാഗത്തെ ട്രംപ് സൃഷ്ടിച്ചിരുന്നു അല്ലെങ്കിൽ രൂപീകരിച്ചിരുന്നു. ആ വിഭാഗം ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആധുനിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനും അതുപോലുള്ള നയരൂപീകരണത്തിനുമായുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. നമുക്കറിയാവുന്നതാണ്, ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കാണ് അതിന്റെ മേധാവിയായുള്ളത്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് വിവേക് രാമസ്വാമി പ്രവർത്തിക്കുമെന്ന നിർദ്ദേശമായിരുന്നു ലഭ്യമായിരുന്നത്. കുറച്ചു കാലം അദ്ദേഹത്തിന്റെ ഇലോൺ മസ്കിന്റെ ഈ ഡോജ് സംവിധാനവുമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഒഹായോ ഗവർണർ ആകാനുള്ള മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഏറെ പ്രഗത്ഭനായ ഇലോൺ മസ്കിനെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചത് ഗവൺമെന്റ് എഫിഷ്യൻസി കുറെ കൂടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഒരു ഭരണപരിഷ്കരണ സംവിധാനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്നാണ് ഇപ്പോൾ വിവേക് രാമസ്വാമി പിന്തിരിഞ്ഞിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാം ലോക മഹായുദ്ധം തടയാനുള്ള ട്രംപിന്റെ പ്രയത്നങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചർച്ചയ്ക്ക് തയ്യാറെന്നും പുടിൻ അറിയിച്ചു. പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഡൊണാൾഡ് ട്രംപിന് ആശംസകൾ അറിയിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോകം മൂന്നാമതൊരു മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഈ നിലപാടുകളെ സ്വാഗതം ചെയ്ത വ്ളാഡിമിർ പുടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകൾക്ക് തയ്യാറാണെന്നും അറിയിച്ചു. They have always been ready to maintain peaceful relationship with any American administration. I have said that many times. We would like to see the dialogue built upon equality and mutual respect, considering the common positions on our country on a number of international issues, including strengthening security and political stability. We're also open for dialogue with the new US administration on the Ukrainian conflict. പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നടത്തിയ പ്രസംഗത്തിലും യുക്രൈൻ വിഷയം ട്രംപ് പരാമർശിച്ചിരുന്നു. I can only tell you, you're going to be very happy. You're going to watch a lot of good things happen. We got to stop some wars that are happening and going on. Some stupid things are happening. The war with Ukraine would have never happened, and it has. As you know, Israel would have never been hit on October 7th, and none of you would be up here. None of you would even know anything about this tragedy that you're going through right now. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാട് ട്രംപ് സ്വീകരിക്കുമെന്ന് നേരത്തെ സൂചനകൾ പുറത്തു വന്നിരുന്നു. യുക്രൈനുള്ള ആയുധ വിതരണം നിർത്തിവെക്കും എന്നുൾപ്പെടെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനവുമുണ്ടായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത് എന്നതും ശ്രദ്ധേയം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ലോകാരോഗ്യ സംഘടന അംഗത്വത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപ്. പ്രാഥമിക നടപടികൾ ആരംഭിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ചൈന ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുന്ന തുകയേക്കാൾ വലിയ തുക അമേരിക്ക നൽകേണ്ടി വരുന്നതിലെ എതിർപ്പാണ് നടപടിക്ക് പിന്നിൽ.
ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുന്ന തുക സംബന്ധിച്ച് നേരത്തെ പ്രസിഡന്റായിരുന്ന കാലത്ത് ട്രംപ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും പിന്നീട് വന്ന ബൈഡൻ ഭരണകൂടം ഉയർന്ന തുക നൽകാൻ ധാരണയുണ്ടാക്കിയെന്നും ട്രംപ് പറഞ്ഞു. So we paid $500 million to World Health when I was here, and I terminated it. China with 1.4 billion people. We have 350 to pay. Nobody knows what we have because so many people came in illegally, but let's say we have 325. They had 1.4 billion. They were paying 39 million. We were paying 500 million. It seemed a little unfair to me. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചതായും ട്രംപ് അറിയിച്ചു. So that wasn't the reason, but I dropped out. They offered me to come back for 39 million. In theory, it should be less than that, but you know. And when Biden came back, they came back for 500 million. He knew that you could have come back for 39 million. They wanted us back so badly, so we'll see what happens. Mr. President, Pretty sad to think of it. China pays 39 million and we pay 500 million, and China's a bigger country. അമേരിക്കൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് തുക ഉപയോഗിക്കുമെന്ന നിലപാടാണ് ട്രംപിനുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ 1/5 ഫണ്ടിംഗ് അമേരിക്കയുടെ സംഭാവനയാണെന്നതും യാഥാർത്ഥ്യമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്നതിൽ മാറ്റം വരുത്താനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. 2021 ക്യാപിറ്റോൾ ആക്രമണത്തിൽ പങ്കാളികളായവർക്ക് മാപ്പ് നൽകാനുള്ള ഉത്തരവിലും ട്രംപ് ഒപ്പുവച്ചു. വിദേശ വികസന ഫണ്ട് വിതരണം നിർത്തിവെക്കാൻ ട്രംപ് നിർദ്ദേശം നൽകി. നിർണായകമായ നിരവധി തീരുമാനങ്ങളാണ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ ട്രംപ് നടപ്പാക്കിയത്. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി പൗരത്വം ലഭിക്കുന്നതിനുള്ള നിയമം മാറ്റം വരുത്താനുള്ള ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവച്ചു. അനധികൃതമായി കുടിയേറിയവരുടെ കുട്ടികൾക്കും ഇത്തരത്തിൽ പൗരത്വം ലഭിക്കുമായിരുന്നു. സ്വാഭാവികമായും കുട്ടികളുടെ സംരക്ഷണത്തിനായി അനധികൃതമായി കുടിയേറിയവരെ അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യേണ്ടി വന്നു. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഭരണഘടനയുടെ 14ാം ഭേദഗതി മൂലം അമേരിക്കയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ മാറ്റാനുള്ള നീക്കം ട്രംപ് ആരംഭിച്ചത്. 2021 ക്യാപിറ്റോൾ ആക്രമണ കേസിൽ പ്രതികളായ 1600 പേർക്കും ട്രംപ് മാപ്പ് അനുവദിച്ചു. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമൊഴിയുന്നതിന് മുൻപേ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുൻകൂർ മാപ്പ് നൽകിയിരുന്നു. വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന വികസന ഫണ്ട് നിർത്തിവെക്കാനും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. ഫണ്ടുകൾ റിലീസ് ചെയ്യുന്നതും അടിയന്തരമായി തടഞ്ഞു. 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് 2-3 ദിവസത്തിനകം തയ്യാറാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കയുടെ സമഗ്ര വികസനത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സുസജ്ജമായ നീക്കമാണ് ട്രംപ് നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രണ്ടാം ഘട്ടം ബന്ദികളുടെ മോചനം അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ഹമാസ്. 25-ാം തീയതി 4 പേരുടെ മോചനമായിരിക്കും നടപ്പാക്കുക. തുടർന്നുള്ള ഓരോ ശനിയാഴ്ചകളിലും 3 ബന്ദികളുടെ മോചനം നടപ്പിലാക്കുമെന്നും ഹമാസ് അറിയിച്ചു. വെടിനിർത്തൽ നടപ്പിൽ വന്ന് 42-ാം ദിവസം തികയുന്ന വേളയിൽ 14 പേരുടെ മോചനവും സാധ്യമാകുമെന്ന് ഹമാസിന്റെ അറിയിപ്പിൽ പറയുന്നു. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ 16 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. ഛത്തീസ്ഗഡിലെ കുലാരിഘട്ട് റിസർവ് വനത്തിൽ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഒഡീഷയിലെയും ഛത്തീസ്ഗഡിലെയും പോലീസ് സേനയും സെൻട്രൽ റിസർവ് പോലീസ് സേനയും ചേർന്നാണ് ഓപ്പറേഷൻ. കൊല്ലപ്പെട്ടവരിൽ നിന്ന് വൻ ആയുധ ശേഖരങ്ങളും കണ്ടെടുത്തു. സുരക്ഷാ സേനയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. മാവോയിസ്റ്റ് ഭീകരത തുടച്ചു നീക്കുന്നതിൽ കെട്ടിപ്പടുക്കുന്നതിൽ സുരക്ഷാ സേന വൻ വിജയം കൈവരിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നുഴഞ്ഞുകയറിയതിന് പിടിയിലായ ബംഗ്ലാദേശി സ്വദേശികളുടെ കൂടെ താമസിച്ചിരുന്നവർ ഒളിവിൽ. ബംഗാളികളെന്ന വ്യാജേനയാണ് ബംഗ്ലാദേശി സ്വദേശികൾ ഇവർക്കൊപ്പം തങ്ങിയിരുന്നത്. ബംഗ്ലാദേശി കലാപകാരികൾ സംസ്ഥാനത്ത് നുഴഞ്ഞുകയറിയെന്ന സൂചനയിൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വ്യാപക പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് ആലുവ, പെരുമ്പാവൂർ മേഖലകൾ സുരക്ഷിത താവളമാക്കിയ ബംഗ്ലാദേശികളിൽ പലരും മുങ്ങിയത്. നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളെ കണ്ടെത്താനുള്ള പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് വ്യാജരേഖകളിൽ തങ്ങിയിരുന്ന ബംഗ്ലാദേശികൾ മുങ്ങിയത്.
ഏറ്റവും ഒടുവിൽ അങ്കമാലിയിലും ഒരു ബംഗ്ലാദേശുകാരൻ പിടിയിലായിരുന്നു. ദിൽവാർ ഹുസൈൻ എന്ന 28-കാരനായിരുന്നു പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ബംഗ്ലാദേശി യുവതി തസ്ലീമയിൽ നിന്ന് ലഭിച്ച സൂചനകളിലായിരുന്നു കൂടുതൽ പരിശോധന. 20ഓളം ബംഗ്ലാദേശികൾ എറണാകുളം റൂറലിൽ തങ്ങുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ 100-ലധികം പേർ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ മേഖലകളിൽ ഉള്ളതായാണ് സംശയം. 2 പേർ പിടിയിലാവുകയും പരിശോധനകൾ ഊർജിതമാവുകയും ചെയ്തതോടെയാണ് പലരും ഒളിവിലായത്. ബംഗ്ലാദേശിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് മുങ്ങിയവരിൽ അധികവുമെന്നാണ് വിവരം. തങ്ങൾക്കൊപ്പം ബംഗാൾ, ഒറീസ സ്വദേശികളെന്ന് പരിചയപ്പെടുത്തിയ ചിലരെ 2 ദിവസമായി കാണുന്നില്ലെന്ന് വിവിധ ഭാഷാ തൊഴിലാളികളിൽ ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെ നുഴഞ്ഞുകയറിയെത്തിയ ബംഗ്ലാദേശി കലാപകാരികളും തങ്ങുന്നുണ്ടെന്ന സംശയത്തിൽ IBയും മറ്റ് കേന്ദ്ര അന്വേഷണ വിഭാഗങ്ങളും എറണാകുളം ജില്ലയുടെ റൂറൽ മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക് ഛാത്ര ശിബിർ കലാപകാരികൾ ഇന്ത്യയിൽ പലയിടത്തും കടന്നുകയറിയതായാണ് വിവരം. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ അടുത്തടുത്തായി മലയാളി വിദ്യാർത്ഥിനികൾ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. തുടർന്ന് നടന്ന അന്വേഷണങ്ങളിലും കോളേജ് അധികൃതരും പോലീസും പൂർണ്ണമായ നിസ്സഹകരണമാണ് കാട്ടിയതെന്നും ആരോപണം. കോളേജ് അധികൃതരുടെ സഹായത്തോടെ കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി മാറ്റുകയാണെന്നും പരാതി ഉയരുന്നുണ്ട്. ബംഗളൂരു സോള ദേവനഹള്ളിയിലെ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ 2ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായിരുന്നു ഇടുക്കി സ്വദേശിനി അനഘ ഹരി. അനഘയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നെ മോള് തലേന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരു വിഷമ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല സന്തോഷത്തോടെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരം ഒരു ഉച്ചയായപ്പോഴത്തേന് അവർ വിളിച്ചിട്ട് പറയാണ് കുട്ടിക്ക് പനിയാണ്, സീരിയസ് ആണ്, വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറയാ. അവരന്നൊന്നും കാട്ടിയില്ല. പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ആയപ്പോഴാണ് കാണിച്ചത്. എനിക്കുണ്ടായ അനുഭവം ഇനി വേറൊരു കുട്ടിയുടെയും വേറൊരു അമ്മയ്ക്കും എൻ്റെ മോള് പോയ പോലെ തന്നെ വേറൊരു കുട്ടിയുടെ ഒരു തള്ളയ്ക്കും ഇങ്ങനെ വരല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഹമ്മദ് ആരിഫ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള നഴ്സിംഗ് കോളേജിൽ 6 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്ത ദുരൂഹ മരണങ്ങളിൽ 3 പേരും മലയാളികൾ. മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ കൈമാറാൻ പോലും കോളേജ് അധികൃതരും പോലീസും തയ്യാറായിട്ടില്ല. പിന്നെ ഇതിനകത്ത് കോളേജുകാർ ഇടപെട്ടിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ ആ രീതിയിലാണ് നമ്മളോട് വേറെ രീതിയിൽ മോശമായിട്ടൊന്നും ആദ്യം സംസാരിച്ചില്ല. ലാസ്റ്റ് അവർ നിന്നത് എന്നോട് ലാസ്റ്റ് ഈ ഓട്ടോസ് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് വരെ നമ്മളോട് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഒരു കോപ്പി കൊടുക്കാൻ. സാധാരണ രീതിയിൽ നമുക്കിതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ ഒപ്പിടുന്ന 1-2 ഇതിലായിരിക്കും ഒപ്പിടാറുള്ളൂ. അതിൽ 1 നമുക്കാണ്. കാരണം അവർക്ക് നിയമപരമായിട്ട് ഇത് മേടിക്കേണ്ട കാര്യം ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ നമ്മളോട് റേസ് ആകുകയും കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള ചൂടാകാത്ത വേറെ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടായി. കണ്ണൂർ സ്വദേശിനിയായ അതുല്യ ഗംഗാധരൻ ആത്മഹത്യ ചെയ്തുവെന്ന് കോളേജ് അധികൃതർ അറിയിക്കുന്നത് അതുല്യ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരിക്കെയാണ്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാണ് അതുല്യ മരണപ്പെടുന്നത് എന്നാണ് ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ മരണത്തിന് പിന്നിൽ ലവ് ജിഹാദ് അടക്കമുള്ള കാരണങ്ങൾ ഉണ്ടെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മകൾ അങ്ങനെ ഒരു ഇതിൽ പോകുന്നുള്ളത് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്താ വെച്ചാൽ അവൾ എപ്പോഴും പറയുക എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യില്ല എന്നില്ല. കുട്ടികളുടെ പിണക്കം കൊണ്ട് അതിലെന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കും അറിയില്ല. ഞങ്ങൾക്ക് ഏത് വിധേന ഞങ്ങളുടെ ഒരു മകളൊരു നേഴ്സായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആളൊരു വയ്യാകിയുള്ള മനുഷ്യൻ ഉള്ള മാത്രം വിചാരിച്ചാണ് ഞങ്ങൾ ജീവിച്ചത് തന്നെ. പിന്നെ കൂടെ പോകാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെ 2 പേര് ജീവിച്ചു പോകണമെന്നുള്ളൂ. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാരതീയ നഴ്സസ് ആൻഡ് അലൈഡ് സംഘിന്റെ പിന്തുണയോടെ ബന്ധുക്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിൽ അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബങ്ങൾ. ജനം, കൊച്ചി. PG വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവിക്ക് സ്ഥലം മാറ്റം. ഡോക്ടർ ലിസ ജോണിനെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. കോട്ടയം മെഡിക്കൽ കോളേജിലെ 2ാം വർഷ ഫോറൻസിക് മെഡിസിൻ വിദ്യാർത്ഥി വിനീതാണ് വകുപ്പ് മേധാവി ഡോക്ടർ ലിസ ജോണിനെതിരെ പരാതി നൽകിയത്. തന്നെ അസഭ്യം പറഞ്ഞെന്നും മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പരാതി. സ്ത്രീയായതിനാൽ പീഡനക്കേസിൽ കുടുക്കുമെന്ന ഫോറൻസിക് മേധാവി ഡോക്ടർ ലിസ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു. എന്നെ
കൊടുക്കാൻ വേണ്ടി ഇന്നലത്തെ എഴുതണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്കൊരു ഒന്നാമൊരു കൊറോണ വന്നിട്ടിരിക്കോ. ശാരീരികാക്രമണത്തിന്റെ പേരിൽ കഴിഞ്ഞ ഓഗസ്റ്റിലും ഡോക്ടർ ലിസയ്ക്കെതിരെ വിനീത് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു. ഇനിയെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടെ ഡിപ്പാർട്ട്മെന്റിൽ പോകാനും പഠിക്കാനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു അധ്യാപകരുടെ നിലമറന്നൊരിക്കലും പെരുമാറാതിരിക്കാൻ ഞാൻ കടന്നു വന്ന ജീവിതത്തിലെല്ലാം എനിക്ക് മാതൃകാപരമായിട്ടുള്ള അധ്യാപക സമൂഹമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അതിലെനിക്കൊരു ദുരിതപൂർണമായ ജീവിതമായിരുന്നു ഇവിടെ അനുഭവിക്കേണ്ടി വന്നത്. അതിന് കാലം ഒടുവിൽ സത്യം തെളിയിച്ചു. മുഖ്യമന്ത്രിക്കും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ കമ്മീഷൻ രൂപീകരിച്ച് അന്വേഷണം നടത്തി. ഡിപ്പാർട്ട്മെന്റിലെ മറ്റു വിദ്യാർത്ഥികളും ഡോക്ടർ ലിസ ജോണിനെതിരെ കമ്മീഷന് മൊഴി നൽകി. കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ലിസയെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയത്. ജനം, കോട്ടയം. കേരള സർക്കാർ വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിച്ച ട്രഷറി സമ്പാദ്യ പദ്ധതിയിൽ എതിർപ്പ് ശക്തം. സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിന്റെ പേരിൽ ട്രഷറികളിൽ അക്കൗണ്ട് തുടങ്ങാൻ സ്കൂളുകളെ നിർബന്ധിക്കുന്നതായി പരാതി. തപാൽ വകുപ്പിന്റെ സഞ്ജയിക പദ്ധതി 2016 നിർത്തലാക്കിയതിനു പിന്നാലെയാണ് സർക്കാർ നീക്കം. വിദ്യാർത്ഥികൾക്കുള്ള സേവിംഗ് സ്കീമിന്റെ പേരിൽ സംസ്ഥാന സ്കൂളുകളിൽ നിർബന്ധമായും ട്രഷറി അക്കൗണ്ടുകൾ ആരംഭിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം ശക്തം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖേന പ്രധാന അധ്യാപകരെ സമ്മർദ്ദത്തിലാക്കുന്നതായാണ് പരാതി. ഇതിനായി സർക്കാർ സർക്കുലറും പുറത്തിറക്കിയിരിക്കുന്നു. തപാൽ വകുപ്പിന്റെ കീഴിൽ സഞ്ജയിക സാമ്പത്തിക പദ്ധതി 2016 സ്കൂളുകൾ നിർത്തലാക്കിയ ശേഷം പുനരാരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പദ്ധതിയുടെ നിർബന്ധിത രീതിയാണ് അധ്യാപകരെയും രക്ഷിതാക്കളെയും എതിർപ്പിലേക്ക് നയിച്ചിരിക്കുന്നത്. വിദ്യാലയ മേധാവി, 2 രക്ഷിതാക്കൾ, 2 അധ്യാപകർ, 2 വിദ്യാർത്ഥികൾ എന്നിവർ അടങ്ങുന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വിദ്യാലയ മേധാവിയുടെയും 2 വിദ്യാർത്ഥികളുടെയും പേരിൽ ട്രഷറിയിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിക്കണം. അതിലാണ് പണം നിക്ഷേപിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്ന തുക പിറ്റേന്ന് തന്നെ ചുമതലയുള്ള അധ്യാപകർ ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത്. ജനം, തിരുവനന്തപുരം. പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കോഴിക്കോട് കസബ പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് കാണിച്ച് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് കേസ്. പോക്സോ കേസിൽ നടനും ഹാസ്യതാരവുമായ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കോഴിക്കോട് കസബ പോലീസ് നടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് 4 വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ചു എന്ന് കാണിച്ച് അമ്മ നൽകിയ പരാതിയിലാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസ് കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ കൂട്ടിക്കൽ ജയചന്ദ്രനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. നടന്റെ ഫോൺ കേന്ദ്രീകരിച്ചും ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചുമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കായംകുളം സ്വദേശി ആതിരയാണ് മരിച്ചത്. വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരം കഠിനംകുളത്താണ് ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടി കായംകുളം സ്വദേശിയായിട്ടുള്ള ആതിരയെ കഴുത്തിന് കുത്തേറ്റ നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. 5:30 അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യ ആതിരയെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ രാവിലെ 8:30 ശേഷമാണ് സംഭവം നടന്നിട്ടുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ആതിരയുടെ വാഹനം, സ്കൂട്ടറും സംഭവ സ്ഥലത്ത് നിന്നും കാണാതായിട്ടുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഠിനംകുളം പോലീസാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വീട്ടിനുള്ളിലാണ് ആതിരയെ ഇത്തരത്തിൽ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. 30 വയസ്സുകാരി ആതിര കായംകുളം സ്വദേശിയാണ്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളനെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. രാവിലെ 10:30 സ്റ്റേഷനിൽ എത്തിച്ചത്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഇയാളെ ഇന്നലെ കുടകിൽ നിന്നാണ് പിടികൂടിയത്. തൃശൂർ സിറ്റി ഷാഡോ പോലീസാണ് പിടികൂടിയത്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, കൂടുതൽ വിവരങ്ങൾ.
രോഹിണി, മണവാളൻ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ മുഹമ്മദ് ഷഹീൻ ഷായെയാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രാവിലെ 10:00 എത്തിച്ചത്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ കുടകിൽ നിന്നാണ് ഇയാളെ തൃശൂർ സിറ്റി ഷാഡോ പോലീസ് പിടികൂടിയത്. 2024 ഏപ്രിൽ 19 കേസിനാസ്പദമായ സംഭവം. കേരളവർമ്മ കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇയാളും സംഘവും വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഗൗതം കൃഷ്ണനെയും സുഹൃത്തിനെയുമാണ് ഇയാൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്. അപകടത്തിൽ ഗൗതമനും സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കോഴിക്കോട്ടെ ഷവർമ വിൽപ്പനശാലകൾ. ഷവർമ പോലുള്ള ആഹാരവസ്തുക്കൾ വിൽക്കുമ്പോൾ പാക്കറ്റിൽ കൃത്യമായി സമയവും തീയതിയും രേഖപ്പെടുത്തണമെന്ന കോടതി നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ആരോഗ്യവകുപ്പ് വിൽപ്പനശാലകളിൽ പരിശോധനയും നടത്തുന്നില്ല. ഷവർമ അടക്കമുള്ള ആഹാര സാധനങ്ങൾ തയ്യാറാക്കുന്നതിന്റെ തീയതിയും സമയവും കൃത്യമായി പാക്കറ്റുകളിൽ രേഖപ്പെടുത്തണമെന്ന് കേരള ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിരുന്നു. കാസർഗോഡ് +1 വിദ്യാർത്ഥിനി ദേവനന്ദ മരിച്ച സംഭവത്തെ തുടർന്ന് മാതാവ് നൽകിയ ഹർജി തീർപ്പാക്കിയ ഉത്തരവിലാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത്. എന്നാൽ മിക്ക കടകളും ഈ നിയമം പാലിക്കുന്നില്ല എന്നതാണ് വസ്തുത. കോഴിക്കോട്ടെ 2 പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും ഷവർമ പാഴ്സലായി വാങ്ങി. എന്നാൽ അതിലൊന്നും ഷവർമ ഉണ്ടാക്കിയ സമയമോ എത്ര സമയത്തിനുള്ളിൽ കഴിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. മറ്റു ഹോട്ടലുകളിൽ നിന്ന് ഷവർമ വാങ്ങിയപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഷവർമ കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനകൾ ഇത്തരം ഹോട്ടലുകളിൽ നടത്താറുള്ളൂ. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇനിയെങ്കിലും കൃത്യമായ പരിശോധന നടന്നില്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലായിരിക്കും കലാശിക്കുക. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം മലയൻകീഴിൽ നിന്നുള്ള 4-അംഗ കുടുംബത്തെ കാണാതായിട്ട് 53 ദിവസം. വിളവൂർക്കൽ സ്വദേശികളായ വിഷ്ണുവിനെയും ഭാര്യയെയും 2 മക്കളെയുമാണ് കാണാതായത്. നവംബർ 30 വിഷ്ണുവും കുടുംബവും വീട് വിട്ടിറങ്ങിയത്. അന്വേഷണത്തിൽ പോലീസ് താൽപര്യം കാണിക്കുന്നില്ലെന്നും ആരോപണം. തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ പോകുന്നതായി പറഞ്ഞാണ് വിഷ്ണുവും ഭാര്യ കാവ്യയും നവംബർ 30 രാവിലെ 9 മണിയോടെ വീട് വിട്ടിറങ്ങുന്നത്. മക്കളായ 4 വയസ്സുകാരി അൻവികയെയും 3 മാസം മാത്രം പ്രായമുള്ള അദ്വൈതിനെയും ദമ്പതികൾ ഒപ്പം കൂട്ടി. വിഷ്ണുവിന്റെ പേരിലുള്ള KL74D 5777 ഗ്രേ കളർ ടാറ്റ പഞ്ച് കാറിലാണ് ഇവർ വീട് വിട്ടത്. പിന്നാലെ ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു. 4 പേരും കൂടെ നവംബർ 30 രാവിലെ ആശുപത്രി പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. തൈക്കാട് ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞ് അവർ പോയി. 29 രാത്രി എന്നോട് പറഞ്ഞു 2 പേരും, ഞങ്ങൾ നാളെ ആശുപത്രി പോകുന്നു. അങ്ങനെ കാറിൽ ടാറ്റ പഞ്ച് കാറിൽ കയറി അവർ പോകുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വീട്ടു നടന്ന് കയറി അവർ പോയിട്ട് ആശുപത്രി ഇരിക്കുന്നതായിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഒരു കപ്പിൽ ചായയും വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇതുവരെ യാതൊരു വിവരവും. ഞാൻ എന്നെ കയറി ഇറങ്ങാത്ത ഒരു സ്ഥലമില്ല. ഇത് 50 ദിവസം കൊണ്ട് എനിക്ക് പോക്കും വരവും തന്നെയാണ്. മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് വിഷ്ണുവിന്റെ മാതാവ് പറയുന്നത്. പോലീസിനാണ് ഈ ഒരു അന്വേഷണത്തിലൊന്നും ഇനി ഒരു താല്പര്യമില്ല അവർക്ക്. അവരെ വിളിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്. വിവരം കിട്ടിയാൽ പറയാം എന്നാണ് അവരുടെ പറച്ചിൽ. 30-35 ദിവസം 40 ദിവസമായിട്ടും അവരിൽ നിന്ന് യാതൊരു തിരിച്ച് പ്രതികരണം കിട്ടാത്ത കാരണമാണ് ഞങ്ങൾ ഹൈക്കോർട്ടിൽ റൂറലിലൊക്കെ പോയത്. റൂറലിൽ പോയതാ ഇപ്പോൾ പേപ്പർ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈക്കോർട്ടിൽ പോയി അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ. ഫീസ് നമുക്ക് കൊടുക്കാൻ ഫീസ് ഇല്ലാത്തതുകൊണ്ടാണ് റൂറലിൽ പോയത്. 10-20-20,000 രൂപയൊക്കെ വേണം അതിന് ഫീസ്. ഡയറക്റ്റായിട്ട് വക്കീലിനെ വയ്ക്കണമെങ്കിൽ. അങ്ങനെ ഒരാൾ പറഞ്ഞ മുഖാന്തരം അങ്ങനെ ഞാൻ പോയി കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ 52 ദിവസം ഇന്നേ വരെ ഇവര് പോയതിനു ശേഷം യാതൊരു വിവരവും ഈ മലയൻകീഴ് പോലീസിനോ കാട്ടാക്കട പോലീസിനോ തരാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ നടപടികൾ ഇഴഞ്ഞു നീങ്ങിയതോടെ ഡിവൈഎസ്പിക്കും SP-ക്കും മുഖ്യമന്ത്രിക്കും വരെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിലും നടപടി ഉണ്ടാകാതെ വന്നതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ജനം, തിരുവനന്തപുരം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന സമരത്തിൽ പ്രതിഷേധം. വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. തത്സമയത്തിലേക്ക്.
മറ്റൊരു വാർത്തയിലേക്ക്. KSRTC ബസ് സർവീസ് നിലച്ചതുമൂലം ദുരിതത്തിലായ ഒരു നാടുണ്ട് പത്തനംതിട്ടയിൽ. 5 വർഷം മുൻപ് നിർത്തിയ KSRTC ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി സമരത്തിനൊരുങ്ങുകയാണ് തണ്ണിത്തോട് നിവാസികൾ. KSRTC സർവീസ് വേണമെന്ന ആവശ്യം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. KSRTC ബസ് തണ്ണിത്തോടിൽ കാണാൻ കിട്ടും. അതിങ്ങനെയാണെന്ന് മാത്രം, കേവലം കളിപ്പാട്ടമായി. അരനൂറ്റാണ്ട് വരെ KSRTC ബസ്സുകൾ നാട്ടിൽ സുലഭമായിരുന്നു. 5 വർഷം മുൻപ് ബസ് സർവീസ് പൂർണ്ണമായും നിലച്ചു. സ്വകാര്യ ബസ് ലോബികളെ സഹായിക്കാൻ നടത്തിയ നീക്കമെന്നതടക്കമുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതിരാവിലെയും രാത്രി വൈകിയും നാട്ടിലെത്താനും പുറം ലോകത്തേക്ക് വേഗത്തിലെത്തിപ്പെടാനും വനത്താൽ ചുറ്റപ്പെട്ട ഈ നാട്ടിലെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. കാട്ടാനകൾ വാഹനങ്ങൾക്ക് പിന്നാലെ പാഞ്ഞെടുക്കുന്നതും നിത്യസംഭവം. അതുകൊണ്ട് ചെറുവാഹനങ്ങളിലെ യാത്രയും അപകടമുണ്ടാക്കുന്നു. KSRTC ബസ്സില്ലാത്തതുകൊണ്ട് ഇത് ബസ്സില്ലെന്നുള്ളത് ഒരു പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയാണ്. ഇത് ഞാൻ NDAയുടെ ഒരു എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ബസ്സില്ലെന്ന് അറിയത്തില്ല. രാവിലെ 4 മണിയുടെ ഗുരുവായൂർ ഫാസ്റ്റിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴാണ് അറിയുന്നത് KSRTC ബസ് ഇല്ലെന്ന്. പിന്നെ അതുകൊണ്ട് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റാതായി. അതായത് ഇവിടുന്ന് ആ സമയത്ത് പോകാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഈ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ KSRTC ബസ് സർവീസ് അനുവദിക്കണമെന്ന് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. KSRTC ബസ് എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഗതാഗത മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജാതിമത സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ചേർന്ന് സംയുക്തമായി ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 500-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ആളുകളുടെ വലിയൊരു കൺവെൻഷൻ ചേരുകയാണ്. ഇതിനുശേഷം KSRTC ബസ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു 4 ദിവസത്തിനുള്ളിൽ KSRTC സർവീസ് തണ്ണിത്തോടിൽ പുനരാരംഭിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സ്ഥലം MLA KU ജനീഷ് കുമാർ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ബസ് സർവീസ് അനുവദിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തണ്ണിത്തോട് നിവാസികളുടെ തീരുമാനം. ജനം, പത്തനംതിട്ട. കൃഷ്ണപ്രിയ, ഈ നമ്മുടെ ജനം എഡിറ്റോറിയൽ പാക്കു എന്ന് പറഞ്ഞിടുന്നത് ആരാ? ശ്രീനന്ദയോ? ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാണ് NOC വാങ്ങിയതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യ കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടില്ല. നിലവിൽ മദ്യനിർമ്മാണത്തിന് നൽകാനുള്ള വെള്ളമില്ലെന്നും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനം TVയോട് പറഞ്ഞു. അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ഇൻഫ്രാക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് 10 MLD പ്ലാന്റ് അവിടെ പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിന്ന് വേണമെങ്കിൽ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കാമെന്ന് നമ്മൾ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. അതിലേക്ക് ജല അതോറിറ്റി വേറെ ആരെയും അറിയിച്ചിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ സ്പെയർ ചെയ്യാം. അത് പക്ഷേ നമ്മളെ മാത്രം ഉത്തരവാദിത്വമല്ല. കാരണം കിൻഫ്രയ്ക്ക് വരുന്നത് അവരെ ലൈനിൽ നിന്ന് എടുക്കണമെങ്കിൽ കിൻഫ്രയുടെ അറിവോട് കൂടിയേ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ സ്പെയർ ചെയ്യാം എന്നുള്ള ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അന്ന് കൊടുത്തിട്ടുള്ളൂ. അത് ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വേണമെന്ന് പറഞ്ഞപ്പം മറ്റേ പെട്രോളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ആവാമല്ലോ. നമ്മളിപ്പോൾ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണമെന്നില്ല, പെട്രോളിലും എത്തനോൾ ആഡ് ചെയ്യുക. അപ്പം അതിനു വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് അന്ന് അവർ കത്ത് കൊടുത്തിരുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യ കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാണ് NOC വാങ്ങിയതെന്നും അവർ വ്യക്തമാക്കുന്നു. മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും പാലക്കാട് എലപ്പുള്ളിയിൽ ഈ മദ്യനിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയ മദ്യ കമ്പനി ഒയാസിസ് എന്ന സ്വകാര്യ കമ്പനി പറഞ്ഞിരുന്നത് തങ്ങൾ ഈ മദ്യനിർമ്മാണത്തിന് വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്നും കണ്ടെത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം കണ്ടെത്തുമെന്ന് പറഞ്ഞ സ്വകാര്യ കമ്പനി വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം ഒരു ഓയിൽ കമ്പനിയുമായുള്ള ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റിയോട് ഇവർ NOC തേടിയത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതല്ലാതെ മദ്യം നിർമ്മിക്കാനാണ് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വാട്ടർ അതോറിറ്റിയെ
അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥർ പറയുന്നത്, നിലവിൽ വാട്ടർ അതോറിറ്റിക്ക് മദ്യനിർമ്മാണത്തിന് മാത്രമായി നൽകാനുള്ള വെള്ളം വാട്ടർ അതോറിറ്റിയുടെ കൈവശമില്ല. കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD വെള്ളം, ആ വെള്ളത്തിൽ നിന്നും വേണമെങ്കിൽ ഈ മദ്യനിർമ്മാണത്തിന് ഈ കമ്പനി പറഞ്ഞ ആ കമ്പനിക്ക് വേണ്ടിയുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കാമായിരുന്നു എന്ന തരത്തിലൊരു കാര്യം മാത്രമേ വാട്ടർ അതോറിറ്റി ഈ കമ്പനിയെ അറിയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, കിൻഫ്രയ്ക്ക് ഈ 10 MLD വെള്ളം നൽകുമ്പോൾ അതിൽ നിന്നും ഉള്ള വെള്ളം ഈ മദ്യനിർമ്മാണത്തിന് ഇത്രയേറെ വെള്ളം ആവശ്യമുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം അതിൽ നിന്നും നൽകുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. നിലവിൽ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം കുടിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളമാണ് പ്രധാനമായും നൽകുന്നത്. അതിലുപരി ഇത്തരത്തിൽ ഈ വ്യാവസായിക ആവശ്യങ്ങൾക്ക് കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD അല്ലാതെ അധികമായിട്ട് ഈ മദ്യ കമ്പനിക്ക് നൽകാൻ വെള്ളമില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കമ്പനി ഏതായാലും വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് NOC തേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട്ടെ പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി BJP. മന്ത്രിതല ചർച്ചയിൽ സ്വീകരിച്ച തീരുമാനം നടപ്പിലാക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള കോടിക്കണക്കിന് രൂപ വിലങ്ങാട്ടെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ലെന്നും MT രമേശ് പറഞ്ഞു. വിലങ്ങാടെ 313 കുടുംബങ്ങൾ സുരക്ഷിതമില്ലാതെയാണ് കഴിയുന്നതെന്നും ഇവരെ അടിയന്തരമായി പുനരധിവസിപ്പിച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വീണ്ടും ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കളക്ടർ നിയോഗിച്ച വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഉരുൾപൊട്ടലിൽ വീടുകളില്ലാതായ 53 പേരെ പോലും പുനരധിവസിപ്പിക്കാൻ സർക്കാരിനായിട്ടില്ല. ദുരന്തം അനുഭവിക്കുന്നവരുടെ പുനരധിവാസം വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ ഡിസംബർ ആദ്യവാരം തിരുവനന്തപുരത്ത് നടന്ന മന്ത്രിതല യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു. യോഗത്തിൽ ടൂറിസം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്, വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരുൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തതാണ്. എന്നാൽ തീരുമാനമൊന്നും നടപ്പിലായില്ല. ഈ സാഹചര്യത്തിലാണ് BJPയുടെ വിമർശനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 954.95 കോടി രൂപ അവശേഷിക്കുന്നുണ്ട്. ആ പണം വിലങ്ങാടെ പുനരധിവാസത്തിന് ഉപയോഗിക്കാത്തതിനെയും MT രമേശ് കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള സഹായവും ആദ്യഘട്ടത്തിൽ നൽകിയിട്ടില്ല. സാധാരണ ഏത് ദുരന്തമുണ്ടായാലും പ്രാഥമികമായി ചെയ്യേണ്ട ചില സഹായങ്ങളുണ്ട്. ആ സഹായം പോലും വിലങ്ങാട്ടിലെ ആളുകളോട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിമാർ തന്നെ അവിടെ സന്ദർശിച്ചിട്ടുള്ളത്. മന്ത്രിമാർ സന്ദർശിച്ചപ്പോൾ വലിയ ഉറപ്പുകളൊക്കെ നൽകിയിരുന്നു. ആ ഉറപ്പ് ഒന്നുപോലും പാലിച്ചിട്ടില്ല. ഒരു പ്ലാനിങ്ങും ഉണ്ടായിട്ടില്ല. ഒരു മാസ്റ്റർ പ്ലാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൃത്യമായിട്ടുള്ള ധാരണയും സർക്കാരിനില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. അങ്ങേയറ്റത്തെ അനീതിയാണ് വിലങ്ങാട്ടെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ളത്. ദുരിതബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ പലരെയും അവഗണിച്ചെന്ന പരാതിയും വ്യാപകമാണ്. ഉരുൾപൊട്ടലുണ്ടായ ദിവസം മലവെള്ളപ്പാച്ചിലെത്തിയ ഉരുളൻ കല്ലുകളും മരങ്ങളും നീക്കം ചെയ്യുന്നതും തകർന്ന പാലങ്ങളും പാതകളും നവീകരിക്കുന്നതിനും പുരോഗതിയില്ല. ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്ന ജലസ്രോതസ്സുകളും പുനരുജ്ജീവിപ്പിച്ചിട്ടില്ല. ജനം, കോഴിക്കോട്. കണ്ണൂർ പയ്യന്നൂർ NEST കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിയെ മർദ്ദിച്ച് SFI ഏരിയ നേതാക്കൾ. യൂണിയൻ ഫണ്ടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് മർദ്ദനം. യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് സംഭവം. പുറത്തെത്തിയപ്പോഴേക്കും ഏരിയ നേതാക്കൾ വളഞ്ഞ് ആക്രമിച്ചു. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പറയൂ. രോഹിണി, SFI യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഏരിയ നേതാക്കളുടെ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. പയ്യന്നൂരിലെ നെസ്റ്റ് കോളേജിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കോളേജ് യൂണിറ്റിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മർദ്ദനം എന്നാണ് ലഭിക്കുന്ന സൂചന. യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. ഈ മർദ്ദനത്തിൽ നിന്ന് പുറത്തെത്തിയപ്പോഴും വളഞ്ഞു വെച്ച് ഏരിയ നേതാക്കൾ ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കോളേജ് മാനേജ്മെന്റ് ഇത് തടയാൻ ശ്രമിച്ച കോളേജ് മാനേജ്മെന്റ് ചെയർമാന് നേരെയും അസഭ്യവർഷവുമായി ഏരിയ നേതാക്കൾ എത്തിയെന്നും പറയുന്നുണ്ട്. ഏതായാലും സംഭവം ചർച്ചയാവുകയും മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തയാവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ സംഭവം ഒത്തുതീർപ്പാക്കാൻ CPM ഏരിയ നേതാക്കൾ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. CPM-നോട് പൂർണ്ണമായും ഇടഞ്ഞ് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് തന്നെ ഒതുക്കാൻ CPM ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാറിന്റെ വിലയിരുത്തൽ. KSRTC-യിലെ ശമ്പള വിതരണം സമയത്ത് നടത്താൻ ധനവകുപ്പ് പണം അനുവദിക്കാത്തതും കല്ലുകടി. ആചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്തിയതും അതൃപ്തി പ്രകടിപ്പിക്കാൻ.
KB ഗണേഷ് കുമാറും പത്തനാപുരത്തെ പ്രാദേശിക CPM നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടൗൺ സെന്റർ മാളിലെ തിയേറ്റർ ഉദ്ഘാടനമാണ് ഇപ്പോൾ പോര് പരസ്യമാക്കിയത്. ഉദ്ഘാടനത്തിന് മന്ത്രി KN ബാലഗോപാലിനെ നിശ്ചയിച്ചതായിരുന്നു കാരണം. ജില്ലയുടെ ചുമതലയുള്ള പത്തനാപുരത്തുകാരനായ KN ബാലഗോപാലിനെ മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് തന്നെ ഒതുക്കാൻ വേണ്ടിയാണെന്നാണ് ഗണേഷ് കുമാർ കരുതുന്നത്. KSRTCയിലെ ശമ്പള വിതരണം സമയത്ത് നടത്താൻ ധനവകുപ്പ് പണമനുവദിക്കാത്തതും പോരിന് തീ പകരുന്നു. ഗതാഗത വകുപ്പിനെ ധനവകുപ്പ് അവഗണിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാറിന്റെ പരാതി. CPMന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഇതൊന്നും കണ്ടിട്ടും കാണാത്ത ഭാവം സ്വീകരിക്കുന്നതും ഗണേഷിനെ ചൊടിപ്പിക്കുന്നുണ്ട്. ആചാരവിവാദത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്തിയതിന് പിന്നിലും അതൃപ്തി പ്രകടമായി കാണാൻ കഴിയും. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്നായിരുന്നു ഗണേഷിന്റെ പ്രസ്താവന. KSRTCയിലെ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളുമായുള്ള ഏറ്റുമുട്ടൽ ഒരു വശത്ത് തുടരുമ്പോഴാണ് CPM പ്രാദേശിക നേതൃത്വവുമായും ഗണേഷ് കുമാർ അകലുന്നത്. ജനം, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രായപരിധിയിൽ വീണ്ടും ഇളവ് നൽകണം എന്ന പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകത്തെ കൊണ്ട് ആവശ്യമുന്നയിക്കാൻ ചരടുവലികൾ മുറുകുന്നു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായവർ പാർട്ടിയിൽ വേറെ ഇല്ലെന്ന ആക്ഷേപത്തിനാകും ഈ നീക്കം കാരണമാകുക എന്ന അഭിപ്രായവും സംസ്ഥാന നേതാക്കളിൽ പലർക്കുമുണ്ട്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ അടക്കം PBയിൽ നിന്ന് പ്രായത്തിന്റെ പേരിൽ ഒഴിയേണ്ടി വന്നാൽ അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ MA ബേബിക്ക് സഹായകമാകും എന്നതും പിണറായി പക്ഷത്തെ അസ്വസ്ഥമാക്കുകയാണ്. അപ്രിയരായ നേതാക്കളെ ഒഴിവാക്കാനും ചിലരെ വളർത്താനുമായി കൊണ്ടുവന്ന പാർട്ടി ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്ത പ്രായപരിധി നിയമം കറങ്ങിത്തിരിഞ്ഞ് പിണറായി വിജയന് തന്നെ ശാപമാകുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് പിണറായി വിജയനും ഒപ്പമുള്ളവരും. PBയിൽ മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ ലഭിച്ച ഇളവോടെയാണ് പിണറായി വിജയൻ PBയിൽ തുടരുന്നത്. ഒരിക്കൽ കൂടി ഈ ഇളവ് നൽകണമെന്ന് പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുമെന്നതാണ് നിലവിലുള്ള ധാരണ. എന്നാൽ ഇതിനെ കാര്യകാരണ സഹിതം എതിർക്കുന്ന നിരവധി പേർ പാർട്ടി സംസ്ഥാന തലത്തിലും കേന്ദ്ര കമ്മിറ്റിയിലും ഉണ്ടെങ്കിലും ഈ എതിർപ്പ് പാർട്ടി കോൺഗ്രസിൽ പ്രകടിപ്പിക്കാനുള്ള ധൈര്യം കാട്ടുമോ എന്നതാണ് സംശയം. PB, കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി എന്നീ 4 പാർട്ടി ഘടകങ്ങളിൽ നിലവിൽ പിണറായി വിജയൻ അംഗമാണ്. PBയിൽ നിന്ന് ഒഴിവായാലും കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി നിന്ന് ഈ ടേൺ മുഖ്യമന്ത്രിയായി പിണറായിക്ക് തുടരാനാകും. ഈ സാഹചര്യം നിലനിൽക്കെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി മത്സരിക്കണമെന്ന അഭിപ്രായം പാർട്ടി കോൺഗ്രസിൽ ശക്തമായാൽ പിണറായിക്ക് വീണ്ടും ഇളവ് നൽകും. അങ്ങനെയെങ്കിൽ തുടർച്ചയായി 2 തവണ വിജയിച്ചവരെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിച്ചു നിർത്തണമെന്നതിലും ഇളവ് നൽകേണ്ടി വരും. ഇത്തരത്തിൽ ഒരാൾക്ക് മാത്രമായി തുടർച്ചയായി ഇളവുകൾ നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന വാദത്തിന് തടയിടാനും നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഇതേസമയം പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ, സുഭാഷിണി അലി അടക്കമുള്ളവർ PBയിൽ നിന്നും ഒഴിയുന്നത് MA ബേബിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തുന്നതിന് സഹായകമാകും. ഇതും പിണറായി പക്ഷത്തെ മൊത്തത്തിൽ അസ്വസ്ഥരാക്കുകയാണ്. ബേബി ജനറൽ സെക്രട്ടറി ആകുകയും പിണറായി PBയിൽ നിന്ന് ഒഴിയുകയും ചെയ്താൽ അത് പിണറായി പക്ഷത്തിന്റെ തന്നെ അവസാനമാകുമെന്ന വിലയിരുത്തലോടെയാണ് കരുനീക്കം ശക്തമാക്കിയിട്ടുള്ളത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. സ്വന്തം ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നഗ്നതാ പ്രദർശനവും അസഭ്യവർഷവും നടത്തുന്ന വീഡിയോ പുറത്തു വന്നതിനു പിന്നാലെ മാപ്പുമായി നടൻ വിനായകൻ. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ല. തന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് താൻ മാപ്പു ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ എന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു.